നമസ്കാരം. 2017 വിഴിഞ്ഞം കടപ്പുറത്തൂടെ മുക്കുവർ പങ്കായം കൊണ്ട് തല്ലാൻ ഓടിച്ചതിൻ്റെയും ഒടുവിൽ 1-ാം നമ്പർ സ്റ്റേറ്റ് കാറ് ഉപേക്ഷിച്ച് ആദ്യം കണ്ട മന്ത്രി കടകംപള്ളിയുടെ സ്റ്റേറ്റ് കാറിൽ കയറി തടി തപ്പിയതും ആരും മറന്നിട്ടില്ല. അതാർക്കും മറക്കാനും പറ്റില്ല. കാരണം കടലിൻ്റെ മക്കൾ എല്ലാം നഷ്ടപ്പെട്ട് തകർന്നു നിൽക്കുന്ന സമയമായിരുന്നു അന്ന്. അതായത് ഓക്കി ചുഴലിക്കാറ്റ് കേരളത്തിൽ ആഞ്ഞു വീശിയത്, അതായത് തിരുവനന്തപുരത്ത് ശക്തമായി ആഞ്ഞു വീശിയ സമയം. അന്ന് പിണറായി വിജയൻ കടപ്പുറത്ത് ചെന്ന് കിലോ കണക്കിന് റേഷൻ അരിയുമായിട്ടായിരുന്നു ചെന്നത്. എലിയുടെ കാഷ്ടവും നിറഞ്ഞ പുഴുത്തു നാറിയ അരികളും അതിൽ ഈ എലിയുടെ കാഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ളത്, പ്ലാസ്റ്റിക്കുകൾ, അങ്ങനെ എല്ലാം വേണ്ട ചപ്പ് ചവറുകളെല്ലാം തന്നെ ആ റേഷൻ അരിയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് കേരളത്തിലെ ഒരു ജനങ്ങൾ പോലും റേഷൻ കടയിൽ ചെന്ന് റേഷൻ അരി വാങ്ങില്ലായിരുന്നു. അവിടെയാണ് ആ റേഷൻ അരിയും കൊണ്ട് പിണറായി വിജയൻ മത്സ്യത്തൊഴിലാളികളുടെ മുന്നിലേക്ക് ചെന്നത്. അവർ ഏറ്റവും കൂടുതൽ നല്ല കൂടിയ അരിയാണ് അവർ ഉച്ചയ്ക്ക് ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നത്. അവർ ഈ മത്സ്യത്തൊഴിലാളികളാണെങ്കിൽ പോലും അവർ റേഷൻ അരിയൊന്നും അവർ ഉപയോഗിക്കാറില്ല. അത് സർക്കാരിന് നല്ല പോലെ അറിയാവുന്നതാണ്. പക്ഷേ ഓഖി ദുരന്തത്തിൽ തകർന്ന മത്സ്യത്തൊഴിലാളികളെ സംഭവം നടന്ന ഉടൻ അല്ലെങ്കിൽ പിറ്റേ ദിവസം പോലും മുഖ്യമന്ത്രി ചെന്ന് കണ്ടിട്ടില്ല. സംഭവം നടന്ന് ഒരാഴ്ചയോളം കഴിഞ്ഞിട്ടാണ് പിണറായി വിജയൻ ചെന്ന് വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളെ കണ്ടത്. കടപ്പുറത്ത് അരിയുമായി പോയ പിണറായി വിജയനെ പിന്നെ ജനങ്ങളും മാധ്യമങ്ങളും കാണുന്നത് മുണ്ട് പിടിച്ചുകൊണ്ട് രക്ഷപ്പെടുന്ന കാഴ്ചയാണ്. മത്സ്യത്തൊഴിലാളികൾ പങ്കായം കൊണ്ട് അടിക്കാൻ വന്നപ്പോൾ കേരള പോലീസിന് പോലും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അവസാനമാണ് പ്രതിരോധ മന്ത്രിയായിരുന്ന നിർമ്മല സീതാരാമൻ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് പിണറായി വിജയൻ ഇന്നും ജീവിച്ചിരിക്കുന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഏതെങ്കിലും ഭിത്തിയിൽ ഒരു മാലയും ഇട്ട് AKG ഭവന്റെ ചുവരുകളിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അവസാനം നിർമ്മല സീതാരാമനാണ് ഒരു അമ്മയെപ്പോലെ മത്സ്യത്തൊഴിലാളികളെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് സമാധാനിപ്പിക്കുകയും അവിടുത്തെ മുഴുവൻ നിയന്ത്രണങ്ങളും ഏറ്റെടുത്ത് നിർമ്മല സീതാരാമൻ ഒരു ഹീറോ ആയി മാറിയത്. അതോടെയാണ് അന്ന് ആ സമരം കെട്ടടങ്ങിയത്. അതോടെ എവിടെ കടൽ കണ്ടാലോ കടപ്പുറത്തിൻ്റെ സമീപം ഏതെങ്കിലും ഒരു ഉദ്ഘാടനത്തിന് പിണറായി വിജയനെ വിളിച്ചാലോ പിന്നെ പേടിയാണ്. പിന്നെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള പോലീസ് ഏമാന്മാർ അവിടെ എത്തി സകല കടകളും അടച്ച് സകല റോഡുകളും അവർ അടച്ചുപൂട്ടും. ഇനി കടലിലെ തിരമാല പേടിയാണോ എന്ന് പിണറായി വിജയൻ പറയുമോ എന്നാണ് എല്ലാവരും കാത്തിരുന്ന് കാണുന്നത്. പറഞ്ഞു വരുന്നത്, ഇന്ന് ആലപ്പുഴ കടപ്പുറത്ത് KPMS സമ്മേളനത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി ആലപ്പുഴയിൽ എത്തുന്നതിനാൽ പ്രദേശത്തെ കടകൾ പൂർണ്ണമായും അടച്ചിടണമെന്ന പോലീസിന്റെ നിർദ്ദേശത്തിൽ വ്യാപകമായ പ്രതിഷേധമുയരുകയാണ്. 84 കടകൾക്കാണ് നോട്ടീസ് നൽകിയത്. ആലപ്പുഴ സൗത്ത് പോലീസാണ് നോട്ടീസ് കൈമാറിയത്. കൂടാതെ SNDP യോഗം ജനറൽ സെക്രട്ടറിയായി വെള്ളാപ്പള്ളി നടേശൻ 30 വർഷം പൂർത്തിയാക്കിയതിന്റെ ആഘോഷത്തിലും പിണറായി പങ്കെടുക്കും. പിണറായി വരുന്നത് കൊണ്ട് തന്നെ കച്ചവട സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടണമെന്നാണ് പോലീസിന്റെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പക്ഷേ എല്ലാ കച്ചവടക്കാരെയും പേടിക്കണമോ എന്നാണ് ജനങ്ങൾ തന്നെ ചോദിക്കുന്നത്. കാരണം ഇന്ന് കച്ചവടം പൂട്ടിയാൽ വ്യാപാരികൾക്ക് ഇത് വളരെ വലിയൊരു നഷ്ടമാകും. കാരണം കടപ്പുറത്ത് പരിപാടികൾ നടക്കുമ്പോഴാണ് കൂടുതൽ കച്ചവടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ. അല്ലാത്ത സമയത്ത് അവർക്ക് ചെറിയ രീതിയിലുള്ള കച്ചവടമാണ് നടക്കുന്നത്. കടപ്പുറത്തൊക്കെ മൈതാനങ്ങളിലൊക്കെ ഒരുപാട് കച്ചവടം നടക്കുമ്പോൾ ഇവർക്ക് വലിയ രീതിയിലൊരു അന്നത്തെ നിത്യ ചെലവിന് കിട്ടുന്ന കുറച്ച് പണം അവർക്ക് കിട്ടും. അവിടെ വലിയ രീതിയിലൊരു ഐസ്ക്രീം വിൽപ്പന, കപ്പലണ്ടി കച്ചവടം, ചായ, അങ്ങനത്തെ ചെറിയ തട്ടുകടകളാണ് ആലപ്പുഴ ബീച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെയൊക്കെ അടച്ചു പൂട്ടുന്നതിനെതിരെയാണ് വ്യാപാരികൾ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.